ഫുട്ബോളിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ ലാവറിസ് എന്ന് പറയുന്ന ഒരു അവാർഡ് ഫംഗ്ഷനിൽ വെച്ച് സ്പാനിഷ് സൂപ്പർ താരമായ ലാമിൻ യമാലിന് ഒരു അവാർഡും കൂടി ഈ വർഷം ലഭിച്ചിട്ടുണ്ട്. അതായത് ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ 2025 ലഭിച്ചിരിക്കുന്നത് ലാമിൻ യമാലിനാണ്. കഴിഞ്ഞ വർഷം ഗോൾഡൻ ബോയ് അവാർഡ് കിട്ടിയത് ബാലൻ ഡിയോർ കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു അവാർഡാണ്, പ്രാധാന്യമുള്ള ഒരു അവാർഡാണ്. ഗോൾഡൻ ബോയ് അവാർഡും കൂടി ലഭിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഇത്തവണ ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ അവാർഡും കൂടി യമാലിന്റെ കയ്യിലെത്തിയിട്ടുണ്ട്. ഇനിയുള്ളത് ഈ വർഷത്തെ വാലന്റിയറിലും കൂടി ആള് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരാളാണ്. അടുത്തൊരു വാലന്റിയർ ഈ പ്രായത്തിൽ നേടുന്നു എന്നുള്ളതാണ്. കാരണം 14% സാധ്യതയുണ്ട്, 14% സാധ്യതയുണ്ട് വാലന്റിയർ കിട്ടാൻ ലാമിൻ യമാലിന്. എന്തായാലും മെസ്സിയുടെ വഴിയിലേക്കാണോ ലാമിൻ യമാൽ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണിക്കണം. എന്നാൽ വേറെ ലെവൽ പെർഫോമൻസ് ആണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് 17-ാം വയസ്സിൽ. എന്തായാലും ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ